പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം ബേക്കർ ജംഗ്ഷനിലുള്ള വിജയൻ്റെ വീട്ടിൽ ED റെയ്ഡ് നടത്താൻ വന്നപ്പോൾ, വിജയനെയും മകളെയും ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ, വിജയനും മകൾക്കും വേണ്ടി അട്ടഹസിച്ചുകൊണ്ട് കുറേ SFI ചെറുപ്പക്കാർ അവിടെ വന്നിട്ട് അവിടെ നിന്ന് കുറേ മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുന്നത് കണ്ടു. അതിനുശേഷം എന്താ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവർ അവിടെ നിന്ന് പോകുന്നതും കണ്ടു. സുഹൃത്തുക്കളെ, എനിക്ക് ഈ വീഡിയോയിലൂടെ ഈ മീശ മുളയ്ക്കാത്ത SFIയുടെ കുട്ടികളോട് അല്ലെങ്കിൽ SFIയുടെ പിള്ളേരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ വിജയനും മകൾ വീണയ്ക്കും വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ വന്ന ഈ SFIയുടെ പിള്ളേർക്ക് ഈ വിജയൻ്റെ മകൾ വീണയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്നാണ്. ഒരു വിജയനെയും വീണയെയും സംരക്ഷിക്കാനാണല്ലോ ഒന്ന്. വിജയനെ മാത്രമല്ല, വീണയെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? ആ വീണയെക്കുറിച്ചിട്ട് ഈ SFI പിള്ളേർക്ക് എന്തെങ്കിലും അറിയാവോ? അറിയില്ല എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ SFIയുടെ ഈ പിള്ളേരോട്, ഈ മീശ മുളയ്ക്കാത്ത പിള്ളേരോട് വിജയൻ്റെ മകൾ വീണ ആരാണ് എന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഈ പിള്ളേർ മനസ്സിലാക്കേണ്ടത്, വിജയൻ്റെ മൂത്ത മകളാണ് വീണ വിജയൻ. ഇളയ മകൻ്റെ പേര് വിവേക് എന്നാണ്, വിവേക് തായ്ക്കണ്ടിയിൽ. വീണയുടെ പേര് വീണ തായ്ക്കണ്ടിയിൽ എന്നാണ്. നമ്മൾ സൗകര്യത്തിന് വീണ വിജയൻ എന്നാണ് വിളിക്കുന്നത്. വിജയൻ കേരളത്തിലെ പാർട്ടിയിലെ പരമോന്നത നേതാവാണ്. അതിനു മുമ്പ് വിജയൻ ഈ ഘട്ടത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പേ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അവിടെ നിന്നാണ് വിജയൻ പിന്നീട് സഹകരണ വകുപ്പ് മന്ത്രിയാവുന്നു. അതിനുശേഷം പാർട്ടിയുടെ 16 വർഷം സംസ്ഥാന സെക്രട്ടറി ആവുന്നു. അതിനുശേഷം 10 വർഷം മുഖ്യമന്ത്രിയാവുന്നു. അതിനുശേഷം ഇപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ വിജയൻ്റെ തുടക്കം കണ്ണൂരിൽ നിന്നുള്ള ഒരു നേതാവായിട്ട്. വിജയൻ കണ്ണൂരിലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നപ്പോൾ വിജയൻ്റെ മകൾ വീണ, ആ വീണയുടെ സ്കൂൾ വിദ്യാഭ്യാസം കണ്ണൂരായിരുന്നു. കണ്ണൂരിൽ വീണ പഠിച്ചത് സെൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റിലാണ്. 80കളിലൊക്കെ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സെൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് കോൺവെൻറ്റിലാണ് വിജയൻ്റെ മകൾ വീണ പഠിച്ചിരുന്നത്. സുഹൃത്തുക്കളെ, അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം വീണയ്ക്ക് എൻജിനീയറിംഗ് പഠിക്കാനുള്ള താല്പര്യമുണ്ടായി. പക്ഷേ വീണയ്ക്ക് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിലൊന്നും കിട്ടാനുള്ള മെറിറ്റ് ഇല്ലായിരുന്നു, അതിനുള്ള മാർക്ക് ഇല്ലായിരുന്നു. വളരെ കുറഞ്ഞ മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് വീണയുടെ അച്ഛൻ വിജയൻ കോയമ്പത്തൂരുള്ള മാതാ അമൃതാനന്ദമയി നടത്തുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് മകളെയും കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്നത് ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജാണെങ്കിലും അവിടെയും ഒരു പ്രവേശന പരീക്ഷ പോലെ ഒന്ന് എഴുതണം. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ പ്രവേശന പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞപ്പോഴാണ് വീണയ്ക്ക് ആ പരീക്ഷ എഴുതാനുള്ള ധൈര്യമില്ല. ആ പരീക്ഷ പോലും എഴുതിയാൽ ജയിക്കാൻ കഴിയുമോ എന്നുള്ള സംശയം പ്രകടിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ SFIയുടെ പിള്ളേർ മനസ്സിലാക്കേണ്ടത്, അവിടെയും എന്തോ ഒരു കൃത്രിമം നടന്നു. ആ പരീക്ഷ എഴുതിയില്ലെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എന്തോ ഒരു കൃത്രിമത്വത്തിലൂടെയാണ് അവിടെ വിജയൻ്റെ മകൾക്ക് പ്രവേശനം ലഭിച്ചത്. അങ്ങനെ വിജയൻ എന്ന് പറഞ്ഞ CPM നേതാവിൻ്റെ മകൾ ഒരു സ്വകാര്യ സ്കൂളിൽ നിന്ന് ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എത്തുന്നു. അപ്പോൾ സ്വകാര്യ സ്കൂളിൽ നിന്ന് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എത്തുന്നു എന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അവസരങ്ങളിലൊക്കെ അച്ഛൻ വിജയൻ്റെ പാർട്ടി ഈ സ്വകാര്യ സ്വാശ്രയ സ്ഥാപനങ്ങൾക്കെതിരെയൊക്കെ വലിയ തോതിലുള്ള സമര പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വിജയൻ്റെ മകൾ ഈ സ്വാശ്രയ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് എന്നർത്ഥം. അത് ഈ SFI പിള്ളേർ ഇത് മനസ്സിലാക്കിക്കൊള്ളണം. എന്തായാലും അവിടുന്ന് എഞ്ചിനീയറിംഗ് പാസ്സായി. അതും ഏതാണ്ട് 3rd ക്ലാസ്സിലൊക്കെ ആയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പാസ്സായി ഇറങ്ങിയ വിജയൻ്റെ മകൾ വീണ ഏതാണ്ട് 1-2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ RP ഇൻഫോടെക് എന്ന് പറഞ്ഞൊരു IT കമ്പനിയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതയായി. ഈ പിള്ളേർ SFIയുടെ ഈ മീശ മുളയ്ക്കാത്ത പിള്ളേർ മനസ്സിലാക്കേണ്ടത്,
ഒരു IT കമ്പനിയിലൊക്കെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടൊക്കെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 10-25 വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവണം. 25-30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം, നല്ല കഴിവുണ്ടാവണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു IT കമ്പനി നയിക്കാൻ കഴിയുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെയൊക്കെ ജോലിയിലേക്ക് വരാൻ പറ്റുള്ളൂ. അതൊക്കെ ഒരു 10-40-50 വയസ്സിലൊക്കെ ഏറ്റവും ചുരുങ്ങിയത്, അല്ലെങ്കിൽ വലിയ കഴിവും വലിയ ബുദ്ധിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ചെറുപ്രായത്തിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. പക്ഷേ അതൊക്കെ വേണം. വീണയ്ക്ക് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. വീണയ്ക്ക് എന്തോ 3rd ക്ലാസ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലും വീണ RP ഇൻഫോടെക് എന്ന് പറയുന്ന രവി പിള്ള എന്ന് പറയുന്ന പ്രവാസി വ്യവസായിയുടെ കമ്പനിയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി അവർ ജോലിയിൽ കയറി. എത്രയോ 3-4 ലക്ഷം രൂപയൊക്കെയായിരുന്നു ശമ്പളം എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. അതുകൊണ്ട് SFIയുടെ പിള്ളേർ മനസ്സിലാക്കേണ്ടത് ഈ കഴിവിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല വീണയ്ക്ക് ആ ജോലി കിട്ടിയത്. വിജയൻ്റെ മകളായതുകൊണ്ടാണ്, ഒരു സമുന്നതരായ CPM നേതാവിൻ്റെ മകളായതുകൊണ്ടാണ് ഈ രവി പിള്ളയുടെ ഈ കമ്പനിയിൽ ജോലി കിട്ടിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ജോലി കിട്ടിയത് കോവളത്തുള്ള ഹാൽസിയൻ കൊട്ടാരം എന്ന് പറയുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയൊരു ഒരു ചരിത്ര സ്മാരകമുണ്ടായിരുന്നു. ആ ചരിത്ര സ്മാരകം നിർഭാഗ്യവശാൽ VS അച്യുതാനന്ദൻ്റെ ഭരണകാലത്ത് ചുളുവിലയ്ക്ക് രവി പിള്ളയ്ക്ക് കൈമാറി. ആ കൈമാറിയതിനുള്ള ഉപകാര സ്മരണയായിരുന്നു തൻ്റെ സ്ഥാപനത്തിൽ വിജയൻ്റെ മകൾക്കുള്ള ഈ ഉന്നത പദവി എന്നുള്ള ആരോപണം അന്ന് ശക്തമായി ഉയർന്നിരുന്നു. നമുക്കറിയാമല്ലോ, ഈ കോവളം കൊട്ടാരം കൈമാറുന്നതിനെതിരെ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവൊക്കെ ആയിരുന്നപ്പം വലിയ സമരങ്ങളൊക്കെ നടക്കുകയും അത് ഗൾഫാർ മുഹമ്മദ് അലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ കയ്യിലേക്ക് ആദ്യം പോയി. എന്തായാലും വിജയൻ അത് കൈമാറുന്നതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള അനധികൃത ഇടപാടുകളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അച്യുതാനന്ദൻ 2000-2006 കാലഘട്ടത്തിൽ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങളിലൊന്നായിരുന്നു ഈ കോവളം കൊട്ടാരം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സമരം. അവസാനം നിർഭാഗ്യവശാൽ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായതിനെ തുടർന്ന് ഈ ഹാൽസിയൻ കൊട്ടാരം ചുള്ളുവിലയ്ക്ക് രവി പിള്ളയ്ക്ക് കൈമാറി. അതിനുള്ള ഒരു ക്വിഡ് പ്രോ ക്വോ ആയിരുന്നു ഈ RP ഇൻഫോടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്പനിയിലെ ജോലി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അവിടെ ജോലി ചെയ്തു. അവിടെ ജോലി ചെയ്തതിനെ തുടർന്ന് പിന്നീട് 2014-15 ഒക്കെ ആയപ്പോഴാണ് എക്സാലോജിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി വിജയൻ്റെ മകൾ രൂപീകരിച്ചത്. അതാണിപ്പോൾ വിവാദത്തിൽ കിടക്കുന്ന കമ്പനി. പിള്ളേർ മനസ്സിലാക്കണം, വിജയനും വീണയ്ക്കും വേണ്ടി പോയി കിടന്ന് ഗ്വാ വിളിക്കുന്ന പിള്ളേരും മനസ്സിലാക്കണം ഈ വീണയുടെ ചരിത്രം. അങ്ങനെ എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കി. ആ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ EDയുടെ അന്വേഷണം നടക്കുന്നത്. ആ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടാണ് കരിമണൽ കർത്താവിൻ്റെ കമ്പനിയിൽ നിന്ന് ഒരു സേവനവും കൊടുക്കാതെ ഈ വീണ 1,72,00,000 രൂപ വാങ്ങിച്ചു എന്നുള്ള തെളിവ് വന്നത്. അതിനെ തുടർന്നിട്ടാണ് എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അന്വേഷണങ്ങൾ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനി ഈ കരിമണൽ കർത്താവിൻ്റെ കമ്പനിയിൽ നിന്ന് മാത്രമാണ് 1,72,00,000 രൂപ മേടിച്ചിട്ടുള്ളത്. മറ്റൊരുപാട് കമ്പനികളിൽ നിന്ന് ഈ എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് പണം വന്നിട്ടുണ്ട് എന്നുള്ള തെളിവ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അച്ഛൻ വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ചെയ്തു കൊടുത്ത അനധികൃത കാര്യങ്ങൾക്കുള്ള ഉപകാര സ്മരണയായിട്ടുള്ള പണം മുഴുവൻ സ്വീകരിക്കാനുള്ള ഒരു സംവിധാനമായിട്ടാണ് എക്സാലോജിക് കമ്പനി പ്രവർത്തിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ പുറത്തു വരാനുണ്ട്. എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനി ഗൾഫിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന പണം ഗൾഫിലെ എക്സാലോജിക് കമ്പനിയിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം രൂപീകരിക്കപ്പെട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വിജയൻ്റെ മകൾ വീണയെ ചോദ്യം ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു വിവരമനുസരിച്ച് വിജയൻ്റെ മകൾ വീണ നാളെ ജയിലിലായാൽ പോലും അത്ഭുതമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ മീശ മുളയ്ക്കാത്ത SFI പിള്ളേർ ഈ വിജയൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കിടന്ന് ഗ്വാ വിളിക്കുമ്പോൾ അവർ ഗ്വാ വിളിക്കുന്ന വീണ അവരാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഈ മുദ്രാവാക്യം വിളിക്കുന്നത്, ആ വീണയുടെ ചരിത്രം കളങ്കിതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിജയൻ്റെ മകൾ വീണയുടെ ചരിത്രം കളങ്കിതമാണ്. വിജയൻ്റെ മകൾ വീണ കള്ളപ്പണം വെളുപ്പിച്ച കേസിലെ പ്രതിയാണ്. SFIO അന്വേഷണത്തിലെ 3ാം പ്രതിയാണ് വിജയൻ്റെ മകൾ വീണ. വിജയൻ ഒരുപാട് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു വീണയെ, പക്ഷേ കഴിഞ്ഞില്ല. വീണയ്ക്കെതിരെ വീണ എപ്പോൾ ചോദ്യം ചെയ്തിട്ടുണ്ട്, വീണ്ടും ഒന്നുകൂടെ ചോദ്യം ചെയ്യാൻ വേണ്ടി ED വിളിച്ചിട്ടുണ്ട്.
വീണ നാളെ ചോദ്യം ചെയ്യലിന് ശേഷം ബാംഗ്ലൂർ ഏതെങ്കിലും ജയിലിലേക്കാകാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയില്ലെന്ന് ഈ മീശ മുളയ്ക്കാത്ത SFI പിള്ളേർ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ മീശ മുളയ്ക്കാത്ത SFI പിള്ളേർ, ആണുങ്ങളും പെണ്ണുങ്ങളും കിടന്ന് മുദ്രാവാക്യം വിളിക്കുന്ന വീണ, സംരക്ഷിക്കാൻ വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന വിജയൻ്റെ മകൾ വീണ നാളെ ജയിലിലാകാനുള്ള സാധ്യത പോലും തള്ളിക്കളയരുത് എന്നാണ് എനിക്ക് ഈ മീശ മുളയ്ക്കാത്ത ഈ SFI പിള്ളേരോട് എനിക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയാനുള്ളത്.